നന്മയുള്ള ഒരു ഇടമായി നമ്മൾ ഇന്നും നിൽക്കുന്നു എന്നുള്ളതാണ്. വിനീത കണ്ണൂരിൽ നിന്ന്. വിനീത പറഞ്ഞോളൂ. ഹലോ വിനീത കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നേ. ഓക്കെ. പിന്നെ അർജുൻ അനുശോചനൊക്കെ വിളിച്ച നമ്മൾ തുടക്കത്തിലേ കാണുന്നതാണ്. ഹലോ പറഞ്ഞു വിനീത, കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ അർജുന്റെ വാർത്തകളും തുടക്കത്തിലേ കേൾക്കുന്നേനുവേ. അതെ അതെ. അപ്പൊ എപ്പോഴും ഇത് കേട്ടോണ്ടിരിക്കുമ്പോ നമ്മളെ കുടുംബത്തിലെ ഒരാളായി തന്നെ തോന്നി. ഇപ്പോ 2 മാസം കഴിഞ്ഞില്ലേ? 2 മാസത്തിലേറെ വിനീത. ഇപ്പൊ 75ാമത്തെ ദിവസമാണ് അർജുൻ വീട്ടിലേക്ക് എത്തുന്നത്. ആ ദുരന്തത്തിൽപ്പെട്ടിട്ട് 75 ദിവസമായി. എപ്പോഴെങ്കിലും ഒക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുൻ ജീവനോടെ എത്തും? പിന്നെ അടുത്തെത്തി നമ്മൾ ഈ ടിവിയിൽ ഇങ്ങനെ അടുത്തെത്തി നമ്മൾ കാണുമ്പോ എല്ലാം പറയലുണ്ടായിരുന്നു. അപ്പൊ ഇത് ആരെയൊന്നും ഇതായിട്ട് കാണാതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഫേക്ക് ന്യൂസ് എല്ലാം വരുന്നല്ലേ. അപ്പൊ വിചാരിച്ചു പിന്നെ ഇത് കിട്ടും എത്ര നാളും വിചാരിച്ചേ. പിന്നെ ഇത് കിട്ടിന്ന് അറിയുമ്പോ അവർക്ക് ആ മോനല്ലോ ഇതല്ല, എനക്ക് പോവാം, അവനെ പോലത്തെ ഒരു മോളാണ്. അതെല്ലാം ചിന്തിക്കുമ്പോ ഭയങ്കര കഷ്ടപ്പാടുന്നല്ലേ. ഉറപ്പായും വിനീത, വലിയ സങ്കടവും കഷ്ടപ്പാടും ഒക്കെയാണ്. നന്ദി വിളിച്ചതിന്. ഇപ്പോഴും എവിടെയൊക്കെയോ അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തോന്നലാണ്. എന്നാൽ അർജുൻ ഇനി ഇല്ലല്ലോ എന്ന് ഒരു പ്രേക്ഷക യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നു, സന്ധ്യാപ്രകാശ്. അതുപോലെ എത്രയോ പ്രേക്ഷകർ, അതുപോലുള്ള പ്രേക്ഷകർ. ഇനി ലത വിളിക്കുന്നുണ്ട് കാട്ടാക്കടയിൽ നിന്ന്. ലത പറഞ്ഞോളൂ, എന്താണ് അർജുനെ പറ്റി പറയാനുള്ളത്? അർജുൻ നമ്മുടെ ഈ വാർത്ത കണ്ടത് മുതൽ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഈ അർജുൻ. അപ്പൊ ഞങ്ങൾ രാവിലെ മുതൽ ഇങ്ങനെ ടി വി വെച്ച് കണ്ടോണ്ടിരിക്കുകയാണ്, ഈ ടി വിയിൽ കൂടെ എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അർജുന് ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. അവരുടെ വീട്ടിലെ ഉള്ള എല്ലാവർക്കും, ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും താങ്ങാനുള്ള കരുത്ത് അവർക്ക് ദൈവം കൊടുക്കട്ടെ. അതിലുപരി ഒരു നല്ലൊരു മനുഷ്യനെ വിളിച്ച് അർജുൻ ജീവിച്ചിരുന്ന കാലം വരെയും ഒരു മുതലാളിയായിട്ട് കിട്ടാൻ അർജുനന് ഭാഗ്യം ലഭിച്ചു. ആ സഹോദരനും ഒരു സമാധാനം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനിന്ന് എൻ്റെ ജോലിക്ക് പോലും പോകാതെ ഞാൻ ഇത് അർജുനന്റെ കേരളം വിട ചൊല്ലുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുത്താണ് ഞാൻ വീട്ടിൽ ഇരുന്ന് ഞാൻ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. ഇങ്ങ് തെക്ക് കാട്ടാക്കടയുള്ള ലതയുടെ ആ സ്നേഹവും ആ വികാരവും പ്രകടനമൊക്കെ കാണുമ്പോൾ നമുക്ക് ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, എങ്ങനെയാണ് വീട്ടുകാർ ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. നന്ദി ലത. ലത ഇന്നൊരു ദിവസം ജോലിക്ക് പോകാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയൊക്കെ മാതൃകയായി തന്നെ കാണണം. വത്സ എന്ന പ്രേക്ഷകയാണ് ഇനി എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്. വത്സ പറഞ്ഞോളൂ. ഹലോ വത്സ പറഞ്ഞോളൂ, കേൾക്കാം. കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ആ ഒരു വലിയ വിഷമം കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും ആ കുടുംബത്തിനും ഇത് അന്വേഷിച്ച എല്ലാവർക്കും, കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറത്ത് നമ്മൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. സംഭവിച്ച സമയത്തൊക്കെ ഒരാഴ്ച വരെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ എല്ലാം എനിക്ക് ഇപ്പോൾ എന്താണേലും അങ്ങനെ എങ്കിലും അർജുനെ കിട്ടിയതിൽ ഒരു സമാധാനം, സന്തോഷമെന്ന് പറയാൻ പറ്റില്ല, ഒരു സമാധാനം ഉള്ളത് കൊണ്ട് മാത്രം ആ കുടുംബത്തിനും അർജുന്റെ ആത്മാവിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ശസ്ത്രപൂജ നടത്തിക്കൊണ്ട് നിർത്തുന്നു. ശരി വത്സ, ഈ വിളിക്കുന്ന പ്രേക്ഷകരൊക്കെ ഇവർക്ക് ആരുമല്ല അർജുൻ, അതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ടും ഇങ്ങനെ തേങ്ങുന്ന ശബ്ദമാണ് ആ ടെലിഫോൺ ലൈനിന്റെ മറുവശത്ത് കേൾക്കുന്നത് എന്നുള്ളതാണ്. തൊണ്ടയിടാതെ ഒരു പ്രേക്ഷകനോ പ്രേക്ഷകയോ ഇതുവരെയും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരം. കൊയിലാണ്ടിൽ നിന്ന് റഷീദ് കണ്ണാടിക്കലിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. കുടുംബത്തിൻ്റെത് മാത്രമല്ല, കേരളക്കരയുടെ ഒന്നടങ്കം ഒരു നോവായി.
ഒരു തേങ്ങനായി സങ്കടക്കടനായി സമയത്ത്